വാണിയംകുളം കന്നുകാലി ചന്തയിൽ നടത്തിപ്പുകാർ നടത്തുന്ന അമിത വാടക പിരിവും ഗുണ്ടാപിരിവിന് സമാനമായ നടപടികളും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് BMS ആവശ്യപ്പെട്ടു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിനേക്കാൾ 15 ഇരട്ടിയോളം അധികം തുകയാണ് ചന്ത നടത്തിപ്പുകാർ കച്ചവടക്കാരിൽ നിന്നും ബലം പ്രയോഗിച്ച് വാങ്ങുന്നതെന്നും ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ വാണിയംകുളം പഞ്ചായത്തിനും ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർക്കും പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് BMS നേതാക്കൾ ആരോപിച്ചു. സർക്കാർ അംഗീകരിച്ച നിരക്ക് പ്രകാരം പശുവിനും പോത്തിനും 6 രൂപയും ആടിന് 3 രൂപയും കോഴിക്ക് 1.5 രൂപയുമാണ് വാടക ഈടാക്കേണ്ടത്. എന്നാൽ ഇതിന്റെ പല മടങ്ങ് തുക ഗുണ്ടാപിരിവിന് സമാനമായ രീതിയിൽ വാങ്ങുന്നവർക്കെതിരെ റോബറി വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ കന്നുകാലി ചന്തയാണ് വാണിയംകുളത്തുള്ളത്. ഈ ചന്തയിലെ ചന്ത നടത്തിപ്പുകാർ നാൽക്കാലി കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പശു, പോത്ത് എന്നിവയ്ക്ക് വാടക വാങ്ങുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് 6 രൂപയാണ്. അതുപോലെ തന്നെ ആടിന് 3 രൂപ, കോഴിക്ക് 1.5 രൂപ എന്ന നിരക്കിലാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. 15 ഇരട്ടിയിൽ കൂടുതൽ വാടകയാണ് ഈ ചന്ത നടത്തിപ്പുകാർ വാങ്ങുന്നത്. അതുപോലെ തന്നെ കന്നുകാലികളെ കൊണ്ടുവന്ന് ഇറക്കി കയറ്റി കൊണ്ടുപോകുന്ന വണ്ടികൾക്ക് വാടക സർക്കാർ നിശ്ചയിച്ചിട്ടേ ഇല്ല. അതിനും ആ വണ്ടികൾക്കും ഭീമമായ വാടക വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ പിടിച്ചുപറിയാണ് ഈ വാണിയംകുളം കന്നുകാലി ചന്തയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് റോബറിക്ക് സമാനമായിട്ടുള്ള വകുപ്പ് ചേർത്ത് കേസെടുക്കണം എന്നുള്ളതാണ് ഭാരതീയ മസൂർ സംഘം ഈ പത്രസമ്മേളനത്തോട് ആവശ്യപ്പെടുന്നത്. 2/3/26 നമ്മുടെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു പരാതി നൽകുകയുണ്ടായി BMS. അതുപോലെ തന്നെ 3/3/26 ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ അവർക്കും ഒരു പരാതി നൽകുകയുണ്ടായി. 2 ഭാഗത്തു നിന്നും ഒരു തീരുമാനം നാളിതുവരെ ഉണ്ടാക്കാനോ ഇതിന് ഒരു നടപടി സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. ഇപ്പൊ നിലവിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആരെങ്കിലും പ്രതികരിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ചന്ത നടത്തിപ്പുകാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് BMS സമരരംഗത്തുള്ളത്. അപ്പോൾ ഇത്തരം ഒരു കൊള്ള, നാൽക്കാലി വാടക കൊള്ളയ്ക്ക് അറുതി വരുത്തണം എന്നുള്ളതാണ് പോലീസ് അധികാരികളോട് ഭാരതീയ മസൂർ സംഘത്തിന് ആവശ്യപ്പെടുവാനുള്ളത്. അമിത പിരിവിനെതിരെ പ്രതികരിക്കുന്നവരെ ചന്ത നടത്തിപ്പുകാർ ഭീഷണിപ്പെടുത്തുന്ന പ്രവണത കൂടി വരികയാണ്. കോടതി വിധിയുണ്ടായിട്ടും പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതിയും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അധികൃതർ നടപടിയെടുക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ BMS മേഖല വൈസ് പ്രസിഡന്റ് C. പുഷ്പരാജ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി NG അശോകൻ, മേഖലാ കമ്മിറ്റി അംഗം K. ഉണ്ണികൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ.